ആരോഗ്യവകുപ്പ് വാങ്ങിയ കോടികളുടെ മരുന്ന് ഉപയോഗിക്കാതെ നശിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രി 10 വർഷം വെയർഹൌസുകളിൽ സൂക്ഷിച്ച മരുന്നുകൾ ഉപയോഗശൂന്യമായ നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ 10 വർഷത്തെ മരുന്ന് വാങ്ങലുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് മന്ത്രി ഉത്തരവിട്ടത്. സനിസ ശോഭ ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, കോടികൾ വിലയുള്ള ഈ മരുന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണല്ലോ ആദ്യ ചോദ്യം. ഇതൊന്ന് നാഥനില്ല കളരിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി? ആരായിരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്? ഇതിലടക്കം എന്തായാലും അന്വേഷണം നടക്കുമെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ശ്യാമിലി, നമുക്കറിയാം കഴിഞ്ഞ 10 വർഷത്തിനിടെയാണെങ്കിൽ പോലും NHM ഫണ്ടിൽ അപര്യാപ്തത ഉണ്ടായിരുന്നു. ആ കാലയളവിലും മരുന്നുക്ഷാമം നിലനിന്നിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 16 വെയർ ഹൗസുകളിൽ മരുന്നുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പെട്ടി പൊട്ടിക്കാതെയുള്ള മരുന്നുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. മരുന്നുകൾ വാങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ്. ഇതിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടത്തേക്ക് വെയർ ഹൗസുകളിലേക്ക് മാറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ വാങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മരുന്ന് വാങ്ങലുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. സമഗ്രമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മരുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് വരുത്തിയത് എന്നാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ മരുന്ന് സംഭരണം, വിതരണം എന്നിവയിൽ പുനഃപരിശോധന നടത്തും. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പങ്കും വിശദമായി പരിശോധിക്കും. മരുന്നുകളുടെ അളവും മൂല്യവും എത്രയാണെന്ന് നോക്കും. കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ ആകെ അളവും അതിന്റെ വിലയും പരിശോധിക്കും. KMSCL വഴിയും മറ്റ് ഏജൻസികൾ വഴിയും വാങ്ങിയ മരുന്നുകളുടെ കാലാവധി കഴിഞ്ഞതിന്റെ വിശദാംശങ്ങൾ എടുക്കും. ഇത്തരത്തിൽ വലിയ അളവിൽ മരുന്നുകൾ വാങ്ങിക്കൂട്ടാനും അവ കാലാവധി കഴിയാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ പരിശോധിക്കും. മരുന്ന് വാങ്ങൽ ആസൂത്രണം, സ്റ്റോക്ക് മാനേജ്മെന്റ്, കാലാവധി കഴിയാറായ മരുന്നുകൾ മാറ്റി വിതരണം ചെയ്യൽ എന്നിവയിൽ KMCCL ഉണ്ടായ വീഴ്ചകൾ പരിശോധിക്കും. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വന്ന ചെലവുകൾ അടക്കം പരിശോധിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ ഈ ഒരു അന്വേഷണം. മരുന്ന് വാങ്ങുന്നതിലും സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നതിലും ഉണ്ടായ വീഴ്ചകളും ഭാവിയിൽ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പല ഘട്ടങ്ങളിലും സംസ്ഥാനത്ത് മരുന്നുക്ഷാമം ഉണ്ടായിരുന്നു. ഇപ്പോഴും മരുന്നുക്ഷാമം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഫണ്ട് അപര്യാപ്തത അടക്കം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ വാങ്ങി അതിന്റെ കാലാവധി കഴിഞ്ഞ് വെയർഹൌസുകളിൽ പെട്ടി പോലും പൊട്ടിക്കാതെ ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് സർക്കാരിന് വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഇതിൽ വീഴ്ച സംഭവിച്ചവർക്കെതിരെ കടുത്ത നടപടി എടുക്കാനുമാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ശ്യാമിലി.